ഹലോ, ഇന്ന് നമുക്ക് നല്ല ചട്ടിയിൽ വരട്ടിയെടുത്തിട്ടുള്ള ബീഫിൻ്റെ റെസിപ്പി കണ്ടാലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചട്ടിയിലും വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഫ് വരട്ടിയതിന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ പോത്തിറച്ചിയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള 1/2 കിലോ പോത്തിറച്ചി ചേർക്കുക. കൊട്ടോട് കൂടിയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് ചട്ടിയിൽ ഇങ്ങനെ വേവിക്കുന്നതാണെങ്കിൽ അങ്ങനെ വേവിക്കാം കേട്ടോ. സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുക്കറിൽ ഒരു 1/2 വേവ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേവിക്കുന്നതിന് മുന്നേ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 7 വിസിലാണ് വേവിക്കുന്നത്. ബാക്കി നമുക്ക് ചട്ടിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതങ്ങ് വേവട്ടെ. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 ടീസ്പൂൺ മല്ലി എടുക്കാം. മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ, അതെടുക്കാം കേട്ടോ. അതുപോലെ ഒരു 7 or 8 വറ്റൽമുളക്. ഞാനിപ്പോൾ എരിവുള്ള മുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാൻ. ഞാനിപ്പോൾ 7 എണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വറുന്ന് വരണം കേട്ടോ. നല്ലൊരു സ്മെല്ല് വരും. മല്ലിയുടെയൊക്കെ കളറൊന്ന് പോയിട്ട് നന്നായിട്ട് വറന്ന് വന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാലയിലേക്ക് വേണ്ട വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ ഒരു പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. അത് ഞാനിതാ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ച ഈ ഒരു പൊടി നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബീഫിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം തന്നെ കൈ കൊണ്ട് നല്ലോണം ഞെരടി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ബീഫിൽ കുറച്ച് വെള്ളം കൂടിയുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ അടുപ്പത്ത് ഇതാ ഒരു ചട്ടി വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1/2 കിലോൻ്റെ അളവല്ലേ പറയുന്നത്. അപ്പോൾ 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതിതാ ഒന്ന് കട്ടൊന്നും ചെയ്യേണ്ട, തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഹാഫായിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബീഫ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ബൗളിൽ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് കലക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ വേറെ വെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഈ ഒരു ബീഫ് ആവേണ്ടത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഉള്ളി ഇതൊക്കെ ഇട്ടല്ലോ, അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊരു 20 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, കുറുകി വരുമ്പോൾ ആ ഒരു മസാലയും ഒക്കെ മിക്സായി വരുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ ഒരു ബീഫ് വരട്ടിയത് കഴിക്കാൻ. അപ്പോൾ ഈ 20 മിനിറ്റ് മൂടി വെക്കാമെന്ന് പറയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ മൂടി വെക്കാൻ. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു 35 മിനിറ്റ് വേണ്ടി വന്നിട്ടുണ്ട് ബീഫ് മൊത്തമായിട്ട് വെന്ത് കിട്ടാൻ. ലോ ഫ്ലെയിമിലിട്ടിട്ടല്ലേ വേവിക്കുന്നത്. അങ്ങനെ ഇതാ ബീഫൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊന്ന് ചട്ടി കാച്ചണം. അപ്പോൾ അതിനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ഒന്ന് മൂത്ത് വരട്ടെ.
അപ്പോൾ ഉള്ളി മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളെ ബീഫിലേക്ക് ഇതങ്ങോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ. അപ്പോൾ അടിപൊളി നമ്മുടെ ചട്ടിയിൽ വരട്ടിയെടുത്തുള്ള ബീഫ് ഇവിടെ റെഡിയായി. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനൂസ് വേൾഡ്.